പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിശ്ചയം എന്നെ സഹായിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയില് കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാര്യം എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാനത് ഓർത്ത് കരഞ്ഞു പോയതാണ്. ഞാനത് ഓർത്തോർത്ത് കരഞ്ഞു പോയതാണ്. അല്ലാതെ അപ്പോൾ ഒരു കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഈ ഫാമിലി ബ്ലോഗർമാരുടെ ഒരു അതിപ്രസരം തന്നെയായിരുന്നു. ആ കാലത്ത് ഉണ്ടായ ഒരു ചാനലാണ് നമ്മുടെ മിറാക്കിൾ ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ഫാമിലി ബ്ലോഗ്. തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ചാനലായിരുന്നു. അതിലെ കുഞ്ഞാറ്റയും അതുപോലെ തന്നെ അച്ചായനെയും മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവരുടെ ജീവിതകഥ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഒരുപാട് ജീവിതത്തോട് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് കുഞ്ഞാറ്റ എന്ന് പറയുന്ന കുട്ടി ജീവിതം കരപ്പിടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പണിയെടുത്തിരുന്നു. അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ യൂട്യൂബും ബ്ലോഗും എല്ലാമായിട്ട് ജീവിതം കരപ്പിടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ച ഒരു കുട്ടി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ വളരെ ഒരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതൊരു സന്തോഷകരമായ വാർത്തയുമാണ്. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനം വരെ കാണുമ്പോൾ അത് മനസ്സിലാവുകയും ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് കുഞ്ഞാറ്റ ഇപ്പോൾ പങ്കുവെച്ച ഒരു വീഡിയോ അല്ല, ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ്, അതെന്താണെന്ന് ഞാനൊന്ന് വായിച്ചു തരാം. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാവുന്നതുമാണ്. ഐ ആം വാക്കിംഗ് മൈ ഓൺ പാത്ത്, ലീവിംഗ് ബിഹൈൻഡ് ടോക്സിക് പീപ്പിൾ ആൻഡ് ടോക്സിക് എനർജി. ഐ ആം എ ഡിവോഴ്സ്ഡ് വുമൻ, നോട്ട് ബിക്കോസ് ഇറ്റ് വാസ് ഈസി, ബിക്കോസ് മൈ ലൈഫ് ഈസ് വർത്ത് മോർ ദാൻ സാലന്റ് ഈസ് സഫറിംഗ്. Divorce is not a shame. It is choice to live, to breathe, to grow. എന്നാൽ അവസാനത്തെ 2 വരി, അങ്ങനെയാണ് ഈ പോസ്റ്റ് പോകുന്നത്. പക്ഷേ ഈ അവസാനത്തെ 2 വരി എന്ന് പറയുന്നത് നമ്മുടെ ഏവരെയും ആകർഷിക്കാൻ പോകുന്ന 2 വരിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ മലയാളികളിലെ പെൺകുട്ടികൾക്ക് ഏറ്റവും ശക്തി പകരുന്ന ഒരു വാക്ക് തന്നെയാണിത്. ഡിവോഴ്സ് ഈസ് ബെറ്റർ ദാൻ സൂയിസൈഡ്. ഐ ചൂസ് ലൈഫ്, ഐ ചൂസ് പീസ്, ഐ ചൂസ് മീ. തീർച്ചയായിട്ടും ഈ സ്ത്രീ പങ്കുവെച്ച ഈ ഒരു വാക്ക് തന്നെയാണ് ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. ഡിവോഴ്സ് എന്ത് തന്നെയായാലും നമുക്ക് സൂയിസൈഡിനേക്കാളും ബെറ്റർ ആണ് എന്നാണ് നമ്മുടെ കുഞ്ഞാറ്റ പറയുന്നത്. വളരെ സത്യസന്ധമായ, വളരെ പവർഫുള്ളായ ഒരു ലേഡിക്ക് മാത്രമേ അത്തരം ഒരു വാക്കുകൾ പങ്കുവെക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അവർ ഇപ്പോൾ സൂയിസൈഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ജീവിതമാണ് അല്ലെങ്കിൽ ഡിവോഴ്സ് ആണ് എന്ന് ആ കുട്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ നല്ല കാര്യം തന്നെയാണ്. നമുക്കൊരു ജീവിതത്തിൽ 100% മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഡിവോഴ്സ്ഡ് ആണെങ്കിലും അത് തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് നല്ലത്. നമുക്ക് അവരുടെ കുട്ടിക്ക് വേണ്ടിയും അതുപോലെ തന്നെ അവർക്ക് തന്നെ വേണ്ടിയും മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി അവരുടെ പാത്ത് തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്നാണ് അവർ പങ്കുവെച്ച ഈ പോസ്റ്റിൽ പറയുന്നത്. വളരെ നല്ല കാര്യം തന്നെയാണ്. ഡിവോഴ്സോട് സങ്കടകരമായ കാര്യമാണ് എങ്കിലും അവരുടെ ജീവിതത്തിൽ സൂയിസൈഡ് തിരഞ്ഞെടുക്കുന്നതിനേക്കാളും തീർച്ചയായിട്ടും ബെറ്ററായിട്ട് അവർ തിരഞ്ഞെടുത്തത് ഡിവോഴ്സ്ഡ് ആണ്. നല്ല കാര്യം തന്നെയാണ്. അവർക്കിനിയും മുന്നോട്ട് തീർച്ചയായിട്ടും ജീവിക്കാനുണ്ട്. അവരുടെ വഴിക്ക് സുഖമായിട്ട് സഞ്ചരിക്കട്ടെ. പക്ഷേ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടൊരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. പോയതും എന്റെ കയ്യില് എനിക്ക് എന്താ പറയാ, ഞാൻ എന്താ പറയാ, ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിശ്ചയം എന്നെ സഹായിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയില് കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാര്യം എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാനത് ഓർത്ത് കരഞ്ഞു പോയതാണ്. ഞാനത് ഓർത്തോർത്ത് കരഞ്ഞു പോയതാണ്. അല്ലാതെ ഇച്ഛായൻ എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടോ ഇച്ഛായൻ എന്നെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല. വീട്ടിലെ പണി ചെയ്യാൻ ഞാൻ ചെയ്യുമ്പോഴാണ് കംഫർട്ടബിള്. അല്ലെങ്കിൽ ഇച്ഛാനിപ്പോ വേറെ ഒരു ഇതിനായിട്ട് നിൽക്കുന്നില്ല. അപ്പൊ എനിക്കത് ചെയ്യുമ്പോഴാണ് എനിക്ക് ഭയങ്കര കംഫർട്ടബിള്. ഇച്ഛായൻ പണ്ടോട്ടെ അങ്ങനെ തന്നെയാണ്. അല്ലാതെ എന്നെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല. ഇച്ഛായൻ ഒരു രീതിയിൽ ചെയ്തിട്ടുമല്ല. എനിക്ക് അവർ മാത്രമേ ഉള്ളൂ. നിങ്ങൾ കാണുന്നതല്ല എന്റെ ജീവിതം. നിങ്ങൾ കാണുന്നതേ അല്ല. ഇച്ഛായനിപ്പോ എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ പോലും ചിലപ്പോൾ രാത്രിയോ എന്തെങ്കിലും ആയിട്ട് എന്നെ എന്തെങ്കിലും രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പറയാതെ ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്തു തരാറുണ്ട്. അല്ലാതെ അതിനെ കൊണ്ട് യാതൊരു ഇത് കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു, ഞാൻ വർക്കിന് പോകുമ്പോൾ പൈസ ചോദിക്കുമെന്ന്. വർക്കിന് പോകുമ്പോൾ ഞാൻ പൈസ കൊടുക്കാറുണ്ട്. അത് ഇപ്പൊ ആര് വന്നാലും, എന്റെ അമ്മ വന്നാലും അപ്പം വന്നാലും എന്റെ അനിയൻ വന്നാലും എന്റെ കൂടെ ആര് വന്നാലും ഞാൻ കാരണമല്ല എന്റെ കുട്ടി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഇത് ഏതായാലും അവരുടെ ഒരു ഗർഭിണിയായിരുന്നു. ആ സമയത്ത് ആ കുട്ടി അവർക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് അബോർഷനായി പോയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അവർ പങ്കുവെച്ച ഒരു വീഡിയോ ആണിത്. പക്ഷേ ഈ വീഡിയോയിൽ എവിടെയും അവരവരുടെ ഭർത്താവായ അച്ചായൻ എന്ന് പറയുന്ന ആ ക്യാരക്ടറിനെ തീർച്ചയായിട്ടും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കണ്ട സ്നേഹമാണത്. തീർച്ചയായിട്ടും അതിനെ മൂടി വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അവർ സഫറിങ് നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ഉള്ളിലുള്ള വാക്കുകളാണ് പറയുന്നത്. അവർ പറയുന്നുണ്ട്, ഒരിക്കലും അച്ചാൻ എന്നെ സഹായിക്കാതിരുന്നിട്ടൊന്നുമല്ല
കുട്ടി പോയത് എന്ന രീതിയിലാണ് ആ സ്ത്രീ സംസാരിച്ച് വെക്കുന്നത്. എന്നെ ഒരുപാട് സഹായിക്കാറൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ജനിതകപരമായ എന്തോ കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് ആ കുട്ടിയെ നഷ്ടപ്പെടുന്നത്. പക്ഷേ അവരുടെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേർ മോശമായ രീതിയിൽ കമൻ്റ് അയച്ചിരുന്നു. അതുകൊണ്ടാണ് ആ സ്ത്രീ അങ്ങനെ ഒരു വീഡിയോ പങ്കുവെക്കാൻ തന്നെ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം. അതിൽ ആൾക്കാർ പറയുന്നത് അച്ചായൻ ഈ പ്രഗ്നൻ്റ് ആയ സമയത്ത് പോലും ഈ ലേഡിയെ ഒന്ന് സംരക്ഷിക്കാനോ ഒന്ന് സഹായിക്കാനോ മുന്നോട്ട് വരാത്തത് കൊണ്ട് തന്നെയാണ് ആ കുട്ടിയെ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് തന്നെ പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. കുഞ്ഞാറ്റ പ്രഗ്നൻ്റ് ആയ സമയത്ത് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അവരുടെ ബ്ലോഗിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അതും പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ നമ്മുടെ അച്ചായനെ കുറ്റപ്പെടുത്തുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ രണ്ടാളുടെ ഭാഗവും കേട്ടാൽ മാത്രമേ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നമുക്ക് വിലയിരുത്താൻ വേണ്ടി പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും ഇവർ ഒരു കാരണവശാലും ഇവരുടെ ഭർത്താവായ അച്ചായൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതൊന്നും നമുക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കുകയില്ല. പക്ഷേ ഒരു കാലത്ത് കുഞ്ഞാറ്റയുടെ ബ്ലോഗ് തുറന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഫുൾ കരച്ചിൽ തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഇവരുടെ ഒരു ബ്ലോഗിൻ്റെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു. ഒരു കാലത്ത് തുറന്നാൽ കരച്ചിലായിരുന്നു, എന്ത് പറഞ്ഞാലും കുഞ്ഞാറ്റ കരച്ചിലായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഒരു പവർഫുൾ ലേഡി എന്ന രീതിയിലേക്ക് കുഞ്ഞാറ്റ ഇപ്പോൾ വലുതായി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൽ വലിയ സന്തോഷവുമുണ്ട്. അവരവരുടെ ജീവിതം കരപ്പിടിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇപ്പോൾ അവർക്ക് ജോലിയും കാര്യങ്ങളും യൂട്യൂബും സ്റ്റിച്ചിങ്ങും എല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിലേക്ക് ആൾക്കാർ ഇങ്ങനെ കമൻ്റ് ചെയ്തിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവർ പങ്കുവെച്ച ഒരു വീഡിയോ തന്നെയാണ്. അവർ ഗർഭിണിയായ സമയത്ത് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ അവർ പങ്കുവെച്ചിരുന്നു. നമുക്ക് ആ വീഡിയോ കൂടി കാണാം. സ്കേർട്ട് ആൻഡ് ടോപ്സും അതുപോലെ തന്നെ വിചിത്ര സിൽക്കിന്റെ സ്കേർട്ട് ആൻഡ് ടോപ്പും പിന്നെ പട്ടുപാവാട ബ്ലൗസ് എല്ലാം അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഒക്കെ എന്താ പറയുക സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇതുവരെ ഓർഡർ എടുത്ത എല്ലാവരുടെയും ഓണത്തിന് മുമ്പ് എനിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ശ്രമിക്കണേ. ഇതിന്റെ ഇടയ്ക്ക് 2-3 ദിവസം ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളായിട്ടൊന്ന് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കണം. എന്നാലും മാക്സിമം അവർ പറഞ്ഞ ഡേറ്റിനുള്ളിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എത്തിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം തന്നെ നമ്മൾ സ്പീഡപ്പ് ആയിട്ട് തന്നെയാണ് ചെയ്യാറ്, ഒന്നും തന്നെ ഡിലേ ആക്കാറില്ല. ചിലവർ മാത്രമാണ് നമുക്ക് നമ്മുടെ അടുത്ത് അല്ലാതെ അങ്ങനെ സംസാരിക്കത്തുള്ളൂ. ബ്രൈഡൽ വർക്ക് ഞാനൊരു ചെറിയ പേയ്മെന്റ് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാം കൂടി ചെയ്തിട്ട് എന്റെ കയ്യിലോട്ടൊന്നും വരുന്നില്ലല്ലോ എന്ന് കാണുമ്പോൾ ഒരു ചെറിയ സങ്കടമുണ്ട്. ആയതുകൊണ്ട് ഞാൻ എന്റെ വീട്ടുകാരെ ഇന്ന് വരെ ആശ്രയിച്ചിട്ടുമില്ല, ഞാൻ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുമില്ല കേട്ടോ. കടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞാൻ തിരിച്ചു കൊടുക്കാറുമുണ്ട്. അല്ലാതെ ഞാനൊരു 10 രൂപ എന്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ എന്റെ വീട്ടിൽ നിന്നായിട്ടോ ഒന്നും മേടിച്ചിട്ട് ഞങ്ങൾ ഇന്ന് വരെ ജീവിതം കഴിഞ്ഞിട്ടില്ല. എന്നാൽ കൂടെയുള്ള ആളോ അത് മനസ്സിലാക്കുന്നുമില്ല. പക്ഷെ നമുക്ക് എനിക്ക് എന്റെ പഠനത്തിന്റെ റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടമുള്ളത്. എന്താണ് എനിക്കിങ്ങനെ സങ്കടം വരണേന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്നെ ഒരു രീതിയിലും ഒരാൾ മനസ്സിലാക്കാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഇത്രയും കഷ്ടപ്പെട്ടിട്ടും എനിക്കുള്ളത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇത്രയും ഞാൻ കഷ്ടപ്പെട്ടു, ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടു. ഈ ഒരു വീഡിയോ തന്നെയാണ് ഇത്തരം കമന്റുകൾ അയക്കാൻ വേണ്ടി മലയാളികളെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ ആ സ്ത്രീ പറയുന്ന 2-3 വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും എനിക്ക് ഒന്നും അങ്ങോട്ട് സമ്പാദിക്കാനോ ഒന്നും കരുതി വെക്കാനോ വേണ്ടി സാധിക്കുന്നില്ല എന്ന് ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട്. പിന്നെ എന്നെ മനസ്സിലാക്കേണ്ട ഒരാൾ ആരാണോ അയാൾ ഇതൊന്നും കാണുന്നില്ല എന്ന് പറയുന്ന ഒരു വാക്ക് ആ വീഡിയോയിൽ ആ സ്ത്രീ പറയുന്നുണ്ട്. അത് തന്നെയാണ് ആ സ്ത്രീയുടെ ഉള്ളിലുള്ള വിഷമം അറിയാതെ പുറത്തു വന്നതാണ് എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് അച്ചായനെ കുറ്റപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരുപാട് തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാലും ആരും എന്നെ സഹായിക്കാനില്ല എന്ന് ബോധ്യം വന്നാലും അത് മൂടി വെക്കുന്ന ഒരാൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു ഭാര്യ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ആ സ്ത്രീ കാണിച്ച. സ്ത്രീ പറയുന്നുണ്ട് അച്ചായനായാലും എൻ്റെ അനുജനായാലും എൻ്റെ കുടുംബ അച്ഛനമ്മയായാലും അവർക്കെല്ലാം ഞാൻ സഹായിക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന പണമായാലും കൈകൊണ്ടായാലും എല്ലാം തന്നെ. അതുപോലെ തന്നെ എൻ്റെ വർക്ക് തീർത്തും എനിക്ക് സ്വന്തം ചെയ്യാനാണ് ഇഷ്ടം. ഞാൻ അതിനാരെയും ക്ഷണിക്കാറില്ല, അല്ലെങ്കിൽ ആരെയും സമീപിക്കാറില്ല എന്ന് നമ്മുടെ കുഞ്ഞാറ്റ പറഞ്ഞു വെക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് കുഞ്ഞാറ്റയുടെ ഉള്ളിലുള്ള വിഷമം എന്ന് പറയുന്നത്. അതിലൊരു സഹായമായി അവരുടെ ഒരു കൈപിടിച്ച് കൂടെ നടക്കാൻ നമ്മുടെ അച്ചായന് സാധിച്ചില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അവസാനം തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സൂയിസൈഡ് തിരഞ്ഞെടുക്കാതെ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ വേണ്ടി ഏതായാലും തീരുമാനിച്ചിരിക്കുന്നു. അത് അവരുടെ ബ്ലോഗ് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. ആ കുട്ടിയുടെ ബ്ലോഗ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരുപാട് സഫറിങ് ജീവിതത്തോട് ഒരുപാട് കഷ്ടപ്പെട്ട് പൊരുതി വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ തന്നെയാണ് ഈ കുഞ്ഞാറ്റ. അവർക്ക് ജീവിതത്തിൽ ഇനി ഒരുപാട് മുന്നേറാനുണ്ട്. തീർച്ചയായിട്ടും ഈ ജീവിതത്തിൽ അവർക്കൊരു കുട്ടിയുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ നല്ലൊരു തീരുമാനമെടുത്തതിൽ തീർച്ചയായിട്ടും അവരുടെ ബ്ലോഗ്, അവരുടെ കാണികളും അതുപോലെ തന്നെ അവരുടെ വ്യൂവേഴ്സും എല്ലാം സന്തോഷത്തിലാണ്. തീർച്ചയായിട്ടും ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു സങ്കടമാണെങ്കിലും ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ആ സ്ത്രീ ഒരു ബെറ്ററായ ഒരു തീരുമാനം തന്നെയാണ് ജീവിതത്തിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം അതെടുക്കാൻ വൈകിപ്പോയാൽ ചിലപ്പോൾ മറ്റൊരു തീരുമാനത്തിലേക്ക് ആ സ്ത്രീ പോയാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ വേണ്ടി സാധിക്കുകയില്ല. തീർച്ചയായിട്ടും നല്ലൊരു സമയത്ത് തന്നെ
ജീവിതത്തിൽ നല്ലൊരു സ്റ്റാൻഡിലേക്ക് നീങ്ങാൻ വേണ്ടി ആ സ്ത്രീക്ക് സാധിക്കട്ടെ. വീണ്ടും നല്ലൊരു ജീവിതം ആ സ്ത്രീയെ തേടി വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. അതുപോലെ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി അറിയിക്കാൻ വേണ്ടി മറക്കരുത്.